സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? വനിത അങ്ങനെയല്ല, അവർ പേര് ഞാൻ മറന്നുപോയി. ഗൗരിയമ്മ, ജയലളിത, സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദിരാഗാന്ധി, മായാവതി. ഇന്ദിരാഗാന്ധിയാണെന്ന് തോന്നുന്നു. ഇന്ദിരാഗാന്ധി, സരോജിനി നായിഡു, സുശീല ഗോപാലനാണോ? അല്ല. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ബിസ്മി അബായ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കടുവാപ്പള്ളിക്ക് സമീപം തോട്ടക്കാടാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന മനോഹരമായ സമ്മാനമുണ്ട്. ഗൾഫ് പർദ്ദകളും അതുപോലെ തന്നെ ഗൗണുകളും മറ്റേ പർദ്ദ കടയല്ലേ? ഇപ്പോൾ ഈ പെരുന്നാൾ പ്രമാണിച്ചും അതുപോലെ തന്നെ അല്ലാതെയും അവിടെ മികച്ച ഓഫറുകളാണ് ഉള്ളത്. നമുക്ക് ഇഷ്ടാനുസരണം നമ്മൾ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വനിതാ ബാനർജി അല്ല, അവരുടെ പേര് മറന്നല്ല. യു പിയിലെ അവരല്ലേ? പേര് യു പിയിലെ മുഖ്യമന്ത്രി യു പിയിലാണ്. വനിതാ അങ്ങനെയല്ല, അവരുടെ പേര് ഞാൻ മറന്നുപോയി. മായാവതിയല്ല, അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അണ്ണം പറഞ്ഞത് കറക്റ്റാണ്. യു പിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. യു പിയിലാണ്, പക്ഷേ അത് പേരെനിക്ക് ഇത്ര കിട്ടുന്നില്ല. ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. നിങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ നല്ല വെള്ളച്ചുണ്ട്, ഇതുണ്ട്, പിന്നെ കാട് പിടിച്ചെങ്കിലും വയലുണ്ട്, മനോഹരമായ കൃഷി സ്ഥലമുണ്ട് അല്ലേ? ഈ ഒരു പ്രദേശം എപ്പോഴെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അന്ന് ആ മാലയോഗം എന്ന സിനിമയിൽ ജയറാമും മുകേഷും കൂടെ ഇരുന്ന് അവർ ആ തൊഴിലില്ലായ്മയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സീൻ എടുത്ത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു പാലം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണെന്ന് തോന്നുന്നു. ഇന്ദിരാഗാന്ധി, ഗൗരിയമ്മ, ഗൗരിയമ്മ അല്ല, ഇന്ദിരാഗാന്ധി, ഗൗരിയമ്മയല്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രി. അയ്യോ, ഞാൻ ഇന്നാള് TV കേട്ടതായിരുന്നു. സുശീല ഗോപാലനാണോ? അല്ല. എന്തായാലും അതിന്റെ ശരി ഉത്തരം സരോജിനി നായിഡു അല്ല, അത് ആദ്യ വനിതാ ഗവർണറായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന സമ്മാനമാണ് ഗൾഫ് പർദ്ദകളും അതുപോലെ തന്നെ നമുക്ക് ടോപ്പുകൾ വിലക്കുറഞ്ഞ തരത്തിലാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറയുക, സമ്മാനം നേടുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? അയ്യോ, എന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാനെ. ഇപ്പം ഈ അമ്മ പറയും. ഗൗരിയമ്മ മുഖ്യമന്ത്രി. ഗൗരിയമ്മയല്ല, അടുത്ത ആളിനെ പിടിക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ, വനിതാ മുഖ്യമന്ത്രി.
നമ്മളെ കേരളത്തിലല്ല, ഇത് പുറത്താണ് നമ്മൾ. ഇന്ദിരാഗാന്ധി ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, വസ്ത്രങ്ങളൊക്കെ എടുക്കണ്ടേ? അപ്പോൾ മിതമായ വിലയിൽ അവിടെ നിന്ന് ലഭിക്കുന്നു. ഗൾഫ് പർദ്ദകളുണ്ട്, അതുപോലെ തന്നെ ഗൗണുകൾ, ചുരിദാർ, ടോപ്പ്, ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും അവിടെയുണ്ട്. പിന്നെ ടോപ്പുകൾക്കും ഷോളുകൾക്കുമെല്ലാം മികച്ച ഓഫറുകളാണ്, എല്ലാ ഐറ്റംസിനും മികച്ച ഓഫറുകളാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി അല്ലായിരുന്നു? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ്. അന്നറിയാമോ? അണ്ണൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് ചോദിച്ചോളെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ജയലളിത. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം സുജേല കൃപലാനിയാണ്. 1908 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിൽ ജനിച്ച് 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ലോക്സഭാ അംഗമായ ഇവരാണ്. പിന്നീട് 1963 ഉത്തർപ്രദേശിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയുമായി മാറിയത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.